അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ചാർജ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താണ് ചാർജ്, എത്ര തരത്തിലുള്ള ചാർജുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചാർജിൻ്റെ കൃത്യമായുള്ള ഡെഫിനേഷൻ പറഞ്ഞുതരാം. എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഫ്ലുവൻസസ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഫ്ലുവൻസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓർ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി, അതായത് ഇൻബോൺ പ്രോപ്പർട്ടി, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ചാർജ് എന്ന് വിളിക്കുക. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ചാർജുകളാണ് നമ്മുടെ ഉള്ളത് അല്ലേ. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ചാർജുകൾ. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആരാണ് ഈ പോസിറ്റീവ് ചാർജ്? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ചാർജിന് തുല്യമാണ്. പ്രോട്ടോണിൻ്റെ ചാർജിന് തുല്യമായിട്ടുള്ള ചാർജിനാണ് എന്ത് വിളിക്കുക, പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് ചാർജ്? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണാണ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയണം, ചാർജ് ഓഫ് എ പ്രോട്ടോണിൻ്റെ ചാർജാണ് പോസിറ്റീവ് ചാർജ്. അല്ലാണ്ട് ഈ പ്രോട്ടോണിന് ഈക്വൽ അല്ല പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് പ്രോട്ടോൺ, ബട്ട് നെഗറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു ആൻ ഇലക്ട്രോൺ. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ചാർജുകളുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജും ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജും. രണ്ടാൾക്കാരും മാഗ്നിറ്റ്യൂഡിൽ അവരുടെ അളവുകളിൽ തുല്യമാണ്, പക്ഷെ അവരുടെ സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അവരുടെ സൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്ക് അവരുടെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് ചാർജുകളുടെ പ്രോപ്പർട്ടീസ്? മെയിനായിട്ടൊരു 4 പ്രോപ്പർട്ടീസ് നമ്മൾ പറയാറ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് പ്രോപ്പർട്ടി. അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എന്താണ് അട്രാക്ഷൻ, റിപ്പൾഷൻ? ചാർജുകൾക്കിടയിൽ എപ്പോഴാണ് അട്രാക്ഷൻ വരിക, ചാർജുകൾക്കിടയിൽ എപ്പോഴാണ് റിപ്പൾഷൻ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ എപ്പോഴാണ്, എങ്ങനെയുള്ള ചാർജുകളാണ് അട്രാക്റ്റ് ചെയ്യുക? അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. ഒരേപോലുള്ള ചാർജുകൾ റിപ്പല് ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള ചാർജുകൾ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അട്രാക്റ്റീവ് റിപ്പൾസീവ് പ്രോപ്പർട്ടി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഒരു പോസിറ്റീവും വേറൊരു പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്താ, റിപ്പൽഷനാണ്. ഒരു നെഗറ്റീവും വേറൊരു നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്താ, റിപ്പൽഷനാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ് പറയുന്നത്? നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നതുപോലെ തന്നെ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജ്. നമുക്കറിയാം എല്ലാ കൺസർവേഷൻ തിയറങ്ങളും ഒരേ മെത്തേഡിലാണ് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് കേട്ടോ കൺസർവേഷൻ ഓഫ് ചാർജ്. എന്താണ് സംഭവം? ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed. Charge can neither be created nor be destroyed, but it can transfer from one body to another body, and total charge of an isolated system is always remains constant. Okay, according to conservation of charge endu parayam, according to conservation of charge can neither be created nor be destroyed, but it can transfer from one body to another body, and the total charge of an isolated system is always remains constant. അതാണ് നമുക്ക് ആരെ കുറിച്ച് പറയുന്നത്, കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ഈ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോസസ്സുകളും ഈ കൺസർവേഷൻ ഓഫ് ചാർജ് എന്നുള്ള കാര്യം ഒബേ ചെയ്തിട്ടാണ് നടക്കുക കേട്ടോ. കൺസർവേഷൻ ഓഫ് ചാർജ് എന്നുള്ള കാര്യങ്ങൾ ഒബേ ചെയ്തിട്ടാണ് നടക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മളുടെ തലമുടിയിൽ ഉറച്ചിട്ട് പേപ്പർ പീസിൻ്റെ മേലേക്ക് കാണിച്ച് കഴിഞ്ഞാൽ പേപ്പർ പീസ് ചാടി പിടിക്കുന്ന ഒരു പരീക്ഷണമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തലമുടിയിൽ സ്കെയിൽ ഉറയ്ക്കുന്നു, പേപ്പർ പീസിൻ്റെ മേലെ കാണിക്കുന്നു, പേപ്പർ പീസ് ചാടി പിടിക്കുന്നു. അപ്പോൾ പേപ്പർ പീസൊക്കെ ചാടി പിടിക്കാനുള്ള കാരണം സ്കെയിലും തലമുടിയും തമ്മിൽ ഉറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്ന കാരണമാണ്, ഈ സ്കെയിലിന് കുറച്ച് ചാർജ് കിട്ടുന്ന കാരണമാണ്. അപ്പോൾ അവിടെ ഒരു ചാർജിങ് മെത്തേഡ് നടക്കുന്നുണ്ട്, ചാർജിങ് പ്രോസസ്സറൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ ചാർജിങ് പ്രോസസ്സുകളിലും കൺസർവേഷൻ ഓഫ് ചാർജ് എന്നുള്ള ലോ ഒബേ ചെയ്യുന്നുണ്ടാവും, അനുസരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക, കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ഫ്രം വൺ ഫോം ടു അനദർ ഫോം എന്നല്ല, ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി എന്നാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് കേട്ടോ, കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിതിന് കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി, ക്വാണ്ടൈസേഷൻ.
ക്വാണ്ടൈസേഷൻ. നമ്മൾ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ക്വാണ്ടൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇപ്പോൾ എനർജികൾ ലൈറ്റിൻ്റെ ഉള്ളിൽ ചെറിയ പാക്കറ്റുകളാണ്, ആ പാക്കറ്റുകളെയാണ് നമ്മൾ ഫോട്ടോൺ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ക്വാണ്ട എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. എന്നതുപോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം എടുക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എടുക്കുക. ആ പാർട്ടിക്കിളിൻ്റെ മൊത്തം ചാർജ്, അതായത് ആ പാർട്ടിക്കിൾ ചാർജ്ഡ് ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിന് തുല്യമായിരിക്കും. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിന് തുല്യം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയാം, the total charge of a particle is an integral multiple of electronic charge. Is an integral multiple of electronic charge. According to quantization of charge, the total charge of a particle is an integral multiple. Integral എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 അങ്ങനെയുള്ള നമ്പറുകൾ മാത്രം. 1.5, 1.3 അങ്ങനെയൊന്നും പറ്റില്ല. മനസ്സിലായി? ഡെസിമലും ഫ്രാക്ഷനൊന്നും പാടില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ദ ടോട്ടൽ ചാർജ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ദാറ്റ് ഈസ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ചാർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ ക്യൂ എന്നാവാം, സ്മോൾ ലെറ്റർ ക്യൂ എന്നാവാം. ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. എൻ എന്നുള്ളത് ആരാ? എൻ എന്നുള്ളത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്താവാം. ഇ എന്നുള്ളത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇ എന്നുള്ളത് ആരാ? ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. എത്രയാണെന്നറിയോ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. കൂളോം എന്നുള്ളത് ചാർജിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം എന്നുള്ളത് യൂണിറ്റാണ്, ചാർജിൻ്റെ യൂണിറ്റ്. കൂളോം എന്നുള്ളത് ചാർജിൻ്റെ യൂണിറ്റ്. ഇത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ അളവ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം മൈനസ് ആണ്. പക്ഷേ ഒരു പാർട്ടിക്കിളിന് പ്ലസ് ചാർജും കിട്ടാം, മൈനസ് ചാർജും കിട്ടാം. അതുകൊണ്ട് നമ്മൾ മൈനസും പ്ലസും കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് എൻ ഇ, പ്ലസ് ഓർ മൈനസ് എൻ ഇ. ഇതാണ് ക്വാണ്ടൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനകത്ത് പാക്കറ്റുകളായിട്ട് കിടക്കുന്നത്, എനർജി പാക്കറ്റുകളായിട്ട് കിടക്കുന്നത് ആരാ? ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോണുകളാണെങ്കിൽ, ചാർജ്ഡ് പാർട്ടിക്കിൾസിനകത്ത് പാക്കറ്റുകളായിട്ട് എങ്ങനെയുള്ള പാക്കറ്റുകളാണ്? ഓരോ പാക്കറ്റിനകത്തും ഓരോ ഇലക്ട്രോണുകളാണ്. ഓരോ പാക്കറ്റിനകത്തും ഓരോ ഇലക്ട്രോണുകളാണ്. അങ്ങനെ ഓരോ ഇലക്ട്രോൺ പാക്കറ്റുകളായിട്ടാണ് ഒരു വസ്തുവിന് ചാർജ് കിട്ടുക. മനസ്സിലായി? ഒരു വസ്തുവിന് ചാർജ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടിക്കിളിൻ്റെ ചാർജ്, ഒരു പാർട്ടിക്കിളിനകത്ത് 10 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എടുക്കുക, എന്നിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മൊത്തം എന്ത് കിട്ടും? അതിൻ്റെ ചാർജിൻ്റെ അളവ് കിട്ടും. ആ വസ്തുവിൻ്റെ ചാർജിൻ്റെ അളവ് കിട്ടും. മനസ്സിലാവുണ്ടല്ലോ? അതാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാം? നമ്മളുടെ ക്വാണ്ടൈസേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ടോട്ടൽ ചാർജ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് electronic charge, that is q equal to plus or minus ne. Here n is the any integer and e equal to the charge of an electron. ഈ ഇലക്ട്രോണിന് നമ്മൾ എലമെൻ്ററി ചാർജ് എന്ന് പറയാറുണ്ട് കേട്ടോ. എലമെൻ്ററി, ഫണ്ടമെൻ്റൽ ചാർജ് അല്ലെങ്കിൽ എലമെൻ്ററി ചാർജ് എന്നൊക്കെ പറയാറുണ്ട്. ഫണ്ടമെൻ്റലാണ്, ഇതിനേക്കാൾ ചെറിയ ചാർജ് ഇല്ല എന്നൊക്കെയാണ് നമ്മൾ പഠിക്കണേ കേട്ടോ. ഇതിനേക്കാൾ ചെറിയ ചാർജ് ഇല്ല. ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞാൽ ബേസിക് ചാർജാണ്, ബേസിക് യൂണിറ്റ് ഓഫ് ചാർജാണ്. ഇതിനേക്കാൾ ചെറിയ ചാർജ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയണേ. ഓക്കെ, അപ്പോൾ അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. അതായത് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ്. അഡിറ്റീവ് നേച്ചർ എന്താണ്? അഡിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ, അഡിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവാമല്ലോ. ചാർജ് എന്താവാം? പോസിറ്റീവ് നെഗറ്റീവ് ആവും. അപ്പോൾ ചുമ്മാ പിടിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സൈനും കൂടി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈൻ ചിഹ്നം നോക്കണം അല്ലേ. അങ്ങനെയുള്ള സമ്മിനെ നമ്മൾ ആൾജിബ്രായിക് സം എന്ന് പറയും. അതായത് ഒരു സിസ്റ്റം നമ്മൾ എടുത്തേക്കാം, ഒരു വസ്തു എടുത്തേക്കാണ്, ഒരു ബോക്സ് എടുത്തേക്കാണ്. ആ ബോക്സിനകത്ത് കുറേ ചാർജുകൾ എടുക്കുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവായിട്ട് പല അളവുകളിലുള്ള ചാർജുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ നെറ്റ് ചാർജ്, ടോട്ടൽ ചാർജ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, നെറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജുകളുടെയൊക്കെ എന്തെടുക്കണം? ആൾജിബ്രായിക് സം എടുക്കണം. ആ ചാർജുകളുടെയൊക്കെ എന്തെടുക്കണം? ആൾജിബ്രായിക് സം എടുക്കണം. അപ്പോൾ if a system consists of number of different charges, if a system consists of number of different charges, then net charge of that system, the net charge of that system is equal to algebraic sum of each charges in that system, is equal to algebraic sum of each charges in that system. And according to additivity of charge, according to additivity of charge, if a system consists of different charges, then the net charge of that system is equal to algebraic sum of, എന്ത് വിളിക്കാം? algebraic sum of
ഈച്ച് ചാർജസ് ഇൻ ദാറ്റ് സിസ്റ്റം. നല്ലൊരു ഉദാഹരണം ഉണ്ട് നമുക്ക്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എന്താ കാരണം? ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുകളുണ്ട്, നെഗറ്റീവ് ചാർജുകളുണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും എണ്ണം എന്താണ്? സെയിം ആണ്. രണ്ടെണ്ണത്തിൻ്റെ എണ്ണം സെയിം ആണ്. എണ്ണം സെയിം ആയതുകൊണ്ട് നമ്മൾ അവർ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര വരും? 0 വരും. അതുകൊണ്ട് ആറ്റം എന്താന്ന് പറയും? ഇലക്ട്രിക്കലി ന്യൂട്രലാന്ന് പറയും. അല്ലാണ്ട് ആറ്റത്തിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ലാണ്ടോ? അല്ല. അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആഡ് ചെയ്തപ്പോൾ നെറ്റ് ചാർജ് എത്ര കിട്ടി? 0 കിട്ടി. അതാണ് നമുക്ക് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അതായത് ചാർജുകൾക്കിടയിൽ വരുന്ന അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ്. ആ ഫോഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. ദ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു ചാർജസ് ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ലോ ആണ് നമ്മൾ പറയാൻ പോണത്. ഇറ്റ് ഈസ് നോൺ ആസ് കൂളോംസ് ലോ. കൂളോംസ് ലോ. ഇവിടെ ചാർജിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ കൂളോം എന്ന് പറഞ്ഞില്ലേ? കൂളോംസ് ലോ. കൂളോം ആണ് കേട്ടോ. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളോം. അദ്ദേഹം ഒരു ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ചാർജുകൾക്കിടയിൽ വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷനെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അവരുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ലോ. ആ ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 ചാർജുകൾ വേണം. ഏതെങ്കിലും 2 ചാർജുകൾ. നമ്മൾ ചാർജുകളെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ചാർജിനെ സ്മോൾ ലെറ്റർ Q1 കൊണ്ടും അടുത്ത ചാർജിനെ സ്മോൾ ലെറ്റർ Q2 കൊണ്ടും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഡിസ്റ്റൻസിലാണ്, R എന്നുള്ള ഡിസ്റ്റൻസിലാണ്. അവരെ വെച്ചിരിക്കുന്ന മീഡിയം എയർ എന്നുള്ള മീഡിയത്തിൽ വെച്ചേക്കണം, എയറിലെ വെച്ചേക്കണം കേട്ടോ. അവരെ വെച്ചേക്കുന്നത് ഇവിടെ എയർ അല്ലെങ്കിൽ വാക്യൂം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം, ഇവിടെ വെച്ചേക്കാണ്. R ഡിസ്റ്റൻസിൽ Q1 Q2 എന്നുള്ള 2 ചാർജുകൾ വെച്ചേക്കാണ്. ചാർജുകൾക്ക് പ്രത്യേകത്തിൻ്റെ ഈ ചാർജുകൾ സ്റ്റേഷനറി ചാർജുകളാണ്, പോയിന്റ് ചാർജുകളാണ്. പോയിന്റ് ചാർജ് വളരെ ചെറിയ ചാർജുകൾ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ചാർജിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ, ഇഫ് ദ സൈസ് ഓഫ് ദ ചാർജ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ചാർജസ്, then such type of charges are known as point charge. എന്ത് വിളിക്കുക? പോയിന്റ് ചാർജ്. വെറുതെ ആലോചിച്ച് വയ്ക്കുക, പോയിന്റ് ചാർജ്. അപ്പോൾ ഇവർ പോയിന്റ് ചാർജുമാണ്, സ്റ്റേഷനറി ചാർജുകളാണ്, റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റിലുള്ള 2 ചാർജുകൾ പോയിന്റ് ചാർജുകൾ എടുത്താണ്. വൺ ഈസ് Q1 ആൻഡ് അനദർ ഈസ് Q2. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R ഇൻ എവിടെയാണ്? വാക്യൂം ഓർ എയർ ഓർ ഫ്രീ സ്പേസ്. അങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ കൂളംസ് ലോ എന്താണ് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അക്കോർഡിംഗ് ടു കൂളംസ് ലോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 point stationary charges is directly proportional to the product of charge of the particles and inversely proportional to the square of distance between them. അതായത് കൂളംസ് ലോ അനുസരിച്ച് 2 പോയിന്റ് സ്റ്റേഷനറി ചാർജുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് ആ ചാർജുകളുടെ പ്രോഡക്റ്റിന്, ആ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ആ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ആ ചാർജുകളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഞാൻ F എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. F പ്രപ്പോർഷണൽ Q1 ഇൻറ്റു Q2, അതായത് പ്രോഡക്റ്റ് ഓഫ് ചാർജസ് എന്നുള്ള രീതിക്ക് Q1 ഇൻറ്റു Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എഴുതും? നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതണം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടുത്തെ സ്ക്വയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ R സ്ക്വയർ. F പ്രപ്പോർഷണൽ Q1 Q2 ബൈ R സ്ക്വയർ. പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മളൊരു സംഭവം കൊടുക്കാറില്ലേ? എന്താണത്? കോൺസ്റ്റൻറ്റ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കാൻ പോവാണ്. പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് K എന്നാണ് കൊടുത്തേക്കണം. തൽക്കാലം നമ്മൾ K എന്ന് കൊടുത്തേക്കണം. K എന്നാണ് നമ്മൾ കൊടുക്കാറ് അല്ലേ? K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. K എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. K എന്ന് പറയുന്നത് അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു അളവ് നമ്മൾ എഴുതാണ്. K ഈക്വൽ ടു 1/4π. ഇനി പറയാൻ പോകുന്ന കാര്യം പുതിയതാണ്. 1/4π എപ്സിലോൺ 0. 1/4π എപ്സിലോൺ 0 കേട്ടോ. 1/4π എപ്സിലോൺ 0 Kയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ Kയുടെ പ്ലേസിൽ നമ്മൾ ആ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ F ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കൂളംസ് ലോയുടെ ഇക്വേഷൻ ഇതാണ്.
അപ്പോൾ എഫ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R². ആരാണ് 1/4πε0? ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഹിയർ ε0 പുതിയൊരാളാണ് കേട്ടോ. ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി. ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർമിറ്റിവിറ്റി ഓഫ് എയർ. പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ വാക്യൂം അല്ലെങ്കിൽ ഫ്രീ സ്പേസ്, എങ്ങനെ വേണമെങ്കിലും പറയാം. പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്യൂം ഓർ ഫ്രീ സ്പേസ്. എന്താണ് ഈ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഫ്ലുവൻസസ്. ആ ഇൻഫ്ലുവൻസസിനെ ഒരു മീഡിയത്തിന് കടത്തി വിടാം, വേണമെങ്കിൽ വിടാതിരിക്കാം. അങ്ങനെ കടത്തി വിടാനും വിടാതിരിക്കാനുള്ള കഴിവിനെ മെഷർ ചെയ്യാനായിട്ടുള്ള കാര്യമാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε0. പെർമിറ്റ് ചെയ്യുക, കടത്തി വിടാം. മനസ്സിലാവുണ്ടല്ലോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഫ്ലുവൻസസിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി. അപ്പോൾ ε0 ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്യൂം ഓർ ഫ്രീ സ്പേസ്. അതാണ് ആരെന്ന് പറഞ്ഞാൽ ε0. അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ε0 ഈക്വൽ ടു, എന്തായാലും പഠിച്ചു വയ്ക്കണം ε0ൻ്റെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻11 വിത്ത് യൂണിറ്റ് അടക്കം ഞാൻ എഴുതാം. 8.854 ഇൻറ്റു 10⁻11 അല്ല -12 കേട്ടോ. 8.854 ഇൻറ്റു 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് ε0. 8.854 ഇൻറ്റു 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് ε0. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഈ വാല്യൂ പഠിച്ചു വയ്ക്കുക. ε0 എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എയർ ആയതുകൊണ്ടാണ് നമ്മൾ 0 എന്ന് കൊടുത്തത്, ε0. വേറെ മീഡിയങ്ങളാണെങ്കിൽ അതിൻ്റെ നൊട്ടേഷൻ മാറും. ε തന്നെ ഡിനോട്ട് ചെയ്യും, പക്ഷേ അടിയിൽ 0 അല്ല ഇടുക കേട്ടോ. അപ്പോൾ ε0 പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ് ഓർ വാക്യൂം. അതിൻ്റെ വാല്യൂ എഗെയിൻ പറയുന്നു 8.854 ഇൻറ്റു 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് കൂളംസ് ലോ. ഈ കൂളംസ് ലോനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അതിന് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൂളംസ് ലോനെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ പഠിക്കുക, വാല്യൂ പഠിക്കുക, പെർമിറ്റിവിറ്റി എന്താണെന്ന് പഠിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.